ഹലോ, ശ്രീ അൺഫിൽറ്റേഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെഫ് പിള്ളയുടെ നമ്മളുടെ കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഷെഫ് പിള്ളയുടെ സിഗ്നേച്ചർ റെസിപ്പി ആയിട്ടുള്ള ഫിഷ് നിർവാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. ഈ ഒരു കറി ഉണ്ടാക്കാൻ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഫസ്റ്റ് ഒരു പ്ലേറ്റ് എടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് വിനീഗറും, ഒരു ടീസ്പൂണൊക്കെ വിനീഗർ ഒഴിക്കുന്നുള്ളൂ. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇതാണ് നമ്മൾ മീൻ കായം പുരട്ടാനുള്ള ഇത്രയും മസാല മതി. ഏറെ നമ്മൾ മസാല ഇടുമ്പോൾ ആ മീനിൻ്റെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇവിടെ ഞങ്ങൾ നെയ്മീനാട്ടോ എടുത്തിട്ടുള്ളത്. ഇതിൽ ഷെഫ് പിള്ള തന്നെ പറയുന്നുണ്ട്, നെയ്മീൻ അല്ലെങ്കിൽ കരിമീനാണ് ഈ ഒരു റെസിപ്പിക്ക് ഏറ്റവും നല്ല മീൻ. അതിലുണ്ടാക്കിയാലാണ് ആ ഒതൻറ്റിക് ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കായം പുരട്ടിയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. പിന്നെ ഈ കായം പുരട്ടുമ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഇടാൻ മറക്കരുത്. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ പാകത്തിന് ഉപ്പിടണേ. ഇനി നമുക്ക് വേണ്ടത് വേപ്പിൻ്റെ ഇല വേണം, ഇഞ്ചി അതുപോലെ തന്നെ പച്ചമുളക്. പിന്നെ ഷെഫ് പിള്ളയുടെ റെസിപ്പിയിൽ മറ്റേ പച്ചമാങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്കത് കയ്യിലില്ല. അപ്പോൾ ഇരുമ്പാമ്പുളി ആട്ടത്, ഇരുമ്പാമ്പുളിയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് എടുത്തുള്ളത്. പിന്നെ ഇതൊരു 1.5 തേങ്ങ, ഒരു തേങ്ങയും പിന്നെ അരമുറി തേങ്ങയുടെയും കട്ടിയിൽ പാലെടുക്കണം. പിന്നെ നമ്മുടെ മീൻ വറുത്തത്. അപ്പോൾ സെറ്റാണ്. ഇവിടെ ചട്ടിയിൽ ഇങ്ങനെ ഇല വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പരിപാടി ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മീൻ ഉണ്ടല്ലോ, വറുത്ത് വെച്ച മീൻ ഈ ചട്ടിയിൽ ഇങ്ങനെ അടക്കി വെക്കുക. അത് ഈ ഒരു ടൈമിൽ സിമ്മിൽ വേണം ഇടാൻ, തീ കുറച്ച് വെക്കണം. എന്നിട്ട് ഈ കുറച്ച് വെച്ച തീയിൽ നമ്മളുടെ ഈ ഒരു തേങ്ങാപ്പാലൊക്കെ ഉണ്ടല്ലോ, അതിങ്ങനെ മെല്ലെ മെല്ലെ കുറുകി വരണം. അങ്ങനെ വേവുമ്പോഴാണ് ആ ഒരു മീൻ ഭയങ്കരമായിട്ട് സോഫ്റ്റാവും. ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഇറങ്ങും. തേങ്ങാപ്പാലിൻ്റെയും എല്ലാ ഫ്ലേവേഴ്സും ആ മീനിരിക്കേണ്ട ഇറങ്ങി ഭയങ്കര ടേസ്റ്റാട്ടോ. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കുക. പിന്നെ നമ്മളുടെ ഇരുമ്പാമ്പുള്ളി, ഇഞ്ചി കൂടുതൽ എടുക്കണേ, അത് ഭയങ്കര ടേസ്റ്റാണ് കറിക്ക്. പിന്നെ കുരുമുളകിൻ്റെ പൊടി, വേപ്പില, പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ട് അങ്ങനെ സിമ്മിലിട്ട് വേവിക്കുക. ഇങ്ങനെ കുഞ്ഞേതായിട്ട് ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു സൗണ്ട് വരുന്ന വരെ നന്നായിട്ട് വേവിക്കുക. അപ്പോൾ നമ്മളുടെ ഫിഷ് നിർവാണം ഇവിടെ റെഡിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത് എന്തായാലും വീട്ടിലുണ്ടാക്കി നോക്കണം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ചോറിക്ക് ചിലപ്പോൾ രസം ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ അപ്പത്തിൻ്റെ ഒക്കെ കൂടെ ഭയങ്കര ടേസ്റ്റാവും. എനിക്കിങ്ങനെ വെള്ള കറികളില്ലേ, സ്റ്റ്യൂ, അതേപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. അല്ലേ അമ്മ?
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ടാറ്റ ബൈ. എല്ലാവരും ഉഷാറായിട്ടിരിക്കണേ.